ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കൂർക്ക മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കൂർക്ക വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി ആയാലും തോരനായാലും ഒക്കെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്ന് തന്നെയാണ്. സത്യം പറയാമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കൂർക്ക. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന കൂർക്കയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വെന്തോന്ന് നോക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെന്ത് പോയോന്ന് നോക്കണം. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ പിന്നെ കുഴഞ്ഞു പോകും. അപ്പോൾ പാകത്തിന് തന്നെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ഈർപ്പമുണ്ട് വെള്ളത്തിൻ്റെ, അതൊന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് ചൂടായി ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക അതിലോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചൂടായിട്ടുണ്ട്. നമുക്കിനി കൂർക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ, പൊടിഞ്ഞു പോകാതെ ഇളക്കണം. പാകത്തിനുള്ള വേവാണ്, കുഴഞ്ഞും പോയിട്ടില്ല, ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിഞ്ഞു പോകാതെ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൂർക്ക നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ.